പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ഏറ്റവും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള വിജയൻ്റെ മകൾ വീണ ഈ വരുന്ന വെള്ളിയാഴ്ച എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അവരുടെ ചോദ്യം ചെയ്യലിന് ഹാജരാവണം എന്നുള്ള സമൻസ് അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ ഒരു ലളിതമായിട്ടുള്ള ഒരു ചടങ്ങായിരിക്കും എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. നമുക്കറിയാം, മെയ് 27-ാം തീയതി അവരുടെ അച്ഛൻ വിജയൻ്റെ തിരുവനന്തപുരത്ത് ബേക്കർ ജംഗ്ഷനിലുള്ള കൊട്ടാര സദൃശ്യമായ വീട്ടിൽ ED പൊടുന്നനെ കയറി വരികയും ഏതാണ്ട് 5-6 മണിക്കൂർ നേരം ഈ വിജയൻ്റെ മകൾ വീണയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവരുടെ ഫോൺ പിടിച്ചെടുത്തുകൊണ്ടുപോയി. എന്നാൽ അതിനുശേഷം ഉണ്ടായ സംഭവവികാസം എന്ന് പറഞ്ഞാൽ എന്താ? ആ സംഭവവികാസം എന്ന് പറയുന്നത്, ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ EDയുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സമില്ല എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ED ഈ മകൾക്കെതിരെയുള്ള അന്വേഷണം കൂടുതൽ തീവ്രമാക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായി വീണ എന്ന് പറയുന്ന ഈ വനിതയ്ക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ സമാഹരിച്ച 134 രേഖകൾ അവർ ഈ കരിമണൽ കമ്പനിയുമായി ഉണ്ടായിരുന്ന അവരുടെ ഇടപാടിൻ്റെ ഭാഗമായി SFI അന്വേഷണം നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ 134 രേഖകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എറണാകുളത്തെ കോടതിയിൽ അത് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കോടതി അത് അനുവദിച്ചു നൽകി. ആ 134 രേഖകൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ വീണ എന്ന് പറയുന്ന വിജയൻ്റെ മകളെ അടുത്ത വെള്ളിയാഴ്ച ED ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവത്തിലുള്ള ഒരു വ്യായാമം, ഒരു എക്സർസൈസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ എക്സർസൈസിൻ്റെ അവസാനം ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ ഒരു അറസ്റ്റിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച എന്നുള്ളത് ചിലപ്പോൾ ഒരു തവണയും കൂടെ ഒന്ന് മാറ്റിത്തരണം എന്ന് വേണമെങ്കിൽ വീണയ്ക്ക് ആവശ്യപ്പെടാം. പക്ഷേ അത് മാറ്റി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് EDയുടെ തീരുമാനം. എന്തായാലും വീണ എന്ന് പറയുന്ന വിജയൻ്റെ മൂത്ത മകൾ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ മുന്നിൽ ഗൗരവമായ ചോദ്യം ചെയ്യലിന് വിധേയയാകാൻ പോകുന്നു. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യം ചെയ്യൽ മാത്രം ഇത് അവസാനിക്കാനുള്ള സാധ്യതയില്ല, അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. സുഹൃത്തുക്കളെ, ഈ സംഭവവികാസം ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനത്തിന് വകയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് ഒരു ഡസനോളം വീഡിയോകൾ ഞാൻ ഇതിനുള്ളിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും ചെയ്യേണ്ടി വരും. ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 1 ഡസനോളം വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. സുഹൃത്തുക്കളെ, ആ വീഡിയോ പരമ്പരയിൽ ആദ്യമായൊരു വീഡിയോ ഈ വിഷയത്തിൽ ഞാൻ ചെയ്തത് കൃത്യം 5 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. ആ വീഡിയോയുടെ തലവാചകം, ഈ മകളെ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നില്ല, ED ചോദ്യം ചെയ്യുന്നില്ല, ഇതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് 5 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ തന്നെ. അന്ന് ഞാൻ ആ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ച വിവരങ്ങൾ, വിശദാംശങ്ങൾ, കണക്കുകൾ, അതാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഈ വീണ എന്ന് പറഞ്ഞ ഈ വനിതയ്ക്കെതിരായിട്ടുള്ള ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു വന്നത് എന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ എംപവർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനി, ആ കമ്പനിയിൽ നിന്നൊക്കെ ഇവർ വാങ്ങിയിട്ടുള്ള പണം, ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ഈ മകളെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത ആ വീഡിയോയിൽ പറഞ്ഞ കണക്കുകളാണ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് എനിക്ക് അഭിമാനത്തിന് വകയുണ്ട്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ഈ മകളെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന് 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ ആ വീഡിയോ ഇന്ന് ഞാൻ അഭിമാന പുരസ്സരം എൻ്റെ പ്രേക്ഷകർക്ക് കാണുവാൻ വേണ്ടി അവരുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വിഷയത്തിൽ ചെയ്ത വീഡിയോയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2023 ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ ഇവർ 1,72,00,000 രൂപ മാസപ്പടി വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ പുറത്തേക്ക് വരുന്നത്. അത് പുറത്തേക്ക് വന്നു. SFIയുടെ അന്വേഷണം നടന്നു. ആ അന്വേഷണം നടന്നെങ്കിലും ആ അന്വേഷണമൊക്കെ പരണത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ മെയ് 27 ED നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൻ്റെ അന്വേഷണം കൂടുതൽ തീവ്രമായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പശ്ചാത്തലത്തിൽ ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഈ വീഡിയോ കാണാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ സവിനയം സ്വാഗതം ചെയ്യുകയാണ്. ഈ മകളെ എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചോദിക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഈ മകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു സാധാരണ മകളായിരിക്കില്ല എന്ന് നമുക്ക് അപ്പോൾ തന്നെ ബോധ്യമുണ്ടാവണം. കേരളത്തിൻ്റെ ഭരണഘടനാ തലവൻ, കേരളത്തിലെ ഒന്നാമൻ ശ്രീ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ കമ്പനി നടത്തുന്നതിനെക്കുറിച്ച്, ആ വീണ വിജയൻ നടത്തുന്ന കമ്പനിയെക്കുറിച്ച്, ആ കമ്പനിയിലെ ദുരൂഹമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇത്ര നാൾ കഴിഞ്ഞിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാതിരുന്നത് എന്ന ചോദ്യം ശക്തമായി ചോദിക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മകളെക്കുറിച്ച്, അതായത് വീണ വിജയനെക്കുറിച്ച് നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഈ വീണ വിജയൻ കോയമ്പത്തൂരിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു മാതാ അമൃതാനന്ദമയിയുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. പഠിച്ചപ്പോൾ തന്നെ അവിടെ മാനേജ്മെൻറ്റ് കോട്ടയിലാണ് അഡ്മിഷൻ ലഭിച്ചത്. അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. അന്ന് അവിടെ അഡ്മിഷൻ ലഭിക്കുമ്പോൾ തന്നെ അഡ്മിഷൻ ലഭിക്കാനുള്ള മത്സര പരീക്ഷ എഴുതാതെയാണ് പിണറായി വിജയൻ്റെ മകൾക്ക് അഡ്മിഷൻ ലഭിച്ചത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അവിടുന്ന് എഞ്ചിനീയറിംഗ് പാസ്സായി വന്ന വീണ വിജയൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ രവി പിള്ള എന്ന് പറയുന്ന ശതകോടീശ്വരൻ്റെ RP ഇൻഫോടെക് എന്ന് പറയുന്ന ഒരു ടെക്നോ പാർക്കിലെ ഒരു കമ്പനി, ഒരു IT കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടാണ് ആദ്യം ജോലിക്ക് കയറുന്നത്. അതിനു മുമ്പ് ഒറാക്കിൾ എന്ന് പറഞ്ഞ കമ്പനിയിൽ കുറച്ച് നാളെന്തോ ഒരു ജോലിയിൽ പ്രവേശിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം RP ഇൻഫോടെക് എന്ന് പറഞ്ഞിട്ടുള്ള IT കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടാണ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ആദ്യം ജോലിയിൽ കയറുന്നത്. നമുക്കറിയാം, ഒരു കമ്പനിയുടെ, ഒരു IT കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാകണമെങ്കിൽ എത്ര നാൾ പരിചയം വേണം എന്ന് നമുക്കറിയാം. ഇനി പരിചയമില്ലാത്തവർ തന്നെ ചെറുപ്പക്കാർ ഇതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരായിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ പറഞ്ഞ പോലെ അതിബുദ്ധിമാന്മാരായിരുന്നു ചെറുപ്പക്കാരായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ളൂ. എന്നാൽ അതൊന്നുമില്ലാതെ ഒരു ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജോ ആയി മാനേജ്മെൻറ്റ് കോട്ടയിൽ എഞ്ചിനീയറിംഗ് പാസ്സായി വന്ന ഈ വീണ വിജയൻ RP ഇൻഫോടെക്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് പിണറായി വിജയൻ്റെ മകളായിരുന്നതുകൊണ്ടാണ്. അതിനു മുമ്പ് ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ, അത്രയും പോലും നിലവാരമില്ലാതെ ബിനീഷ് കൊടിയേരി, അദ്ദേഹം ഇതുപോലെ തന്നെ ഈ രവി പിള്ളയുടെ ഗൾഫിലെ കമ്പനിയിലെ വൈസ് പ്രസിഡൻ്റായിരുന്നത് നമുക്കറിയാം. അന്ന് ആ കാൽക്കാശിന് കൊള്ളില്ലാത്ത മൂന്നാം കിട ചെറുപ്പക്കാരൻ 1.25 ലക്ഷം രൂപയായിരുന്നു അന്ന് ശമ്പളം. അതുപോലെ തന്നെ, എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി നിലവാരം ഉണ്ട് എന്ന് പറയേണ്ടി വരും ഈ വീണ വിജയൻ RP ഇൻഫോടെക്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി. എന്നാൽ നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത് 2014 ആയപ്പോഴേക്കും അവർ കേരളത്തിലെ എല്ലാ പരിപാടികളും നിർത്തി. അവർ ബംഗളൂരുവിൽ ചെന്ന്, കൃത്യമായി പറഞ്ഞാൽ 19/9/2014 അവർ ബംഗളൂരുവിൽ ചെന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ആരംഭിച്ചു. അതൊരു 1 മാൻ കമ്പനിയാണ്. രജിസ്റ്റർ ചെയ്ത ഒരു 1 മാൻ കമ്പനിയാണ്. 10 രൂപ വിലയുള്ള 10,000 ഓഹരികളാണ് വീണയുടെ പേരിലുള്ളത്. വീണ വിജയൻ്റെ അഡ്രസ്സായി കൊടുത്തിരിക്കുന്ന വീണ തായ്ക്കണ്ടിയിൽ ഡോക്ടർ ഓഫ് പിണറായി വിജയൻ റിസൈഡിങ് അറ്റ് AKG സെൻറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീണയുടെ അമ്മയും പിണറായി വിജയൻ്റെ ഭാര്യയുമായിട്ടുള്ള കമല തായ്ക്കണ്ടിയിലാണ് മേൽപ്പറഞ്ഞ കമ്പനിയുടെ നോമിനി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 19/9/2014 വീണ വിജയൻ ബംഗളൂരുവിൽ ഈ എക്സാലോജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ IT കമ്പനി ആരംഭിച്ചിട്ടുള്ളത്. ഈ IT കമ്പനിയുടെ വിശദാംശങ്ങൾ കോർപ്പറേറ്റ് രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. വീണ തായ്ക്കണ്ടിലിൻ്റെ ഈ വിശദാംശങ്ങൾ നമുക്ക് അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അത് പൊതുമണ്ഡലത്തിൽ തന്നെ ലഭ്യമാണ്. ഇനി വീണ വിജയൻ്റെ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം.
അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 31/3/2015 വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 31/3/2016 വീണ വിജയൻ്റെ ഈ കമ്പനിയുടെ വരുമാനം 25,70,000 രൂപയായി വർദ്ധിച്ചു. അവിടുന്ന് പിന്നെ അങ്ങോട്ടൊരു കുതിച്ച് കയറ്റമായിരുന്നു. 31/3/2019 ഈ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ വരുമാനം 1,11,00,000 രൂപയായി വർദ്ധിച്ചു. 25 ലക്ഷത്തിൽ നിന്ന് 1,11,00,000 രൂപയായി വർദ്ധിച്ചു. അപ്പോൾ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഏതൊക്കെ കമ്പനികളുടെ പണിയാണ് ചെയ്തത്, എന്തൊക്കെ കമ്പനികളായിരുന്നു, എവിടെ നിന്ന് എത്ര കിട്ടി എന്നൊക്കെയുള്ള സംബന്ധിച്ചൊന്നും നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും ഒരു പ്രധാനപ്പെട്ട ദുരൂഹതയായി നമുക്ക് കാണാൻ കഴിയുന്നത് 31/3/2015 വീണ ഈ കമ്പനിയിലേക്ക് വായ്പയായി നൽകിയത് 14.56 ലക്ഷം രൂപ. 14.56 ലക്ഷം രൂപയാണ് വായ്പയായി നൽകിയത്. ഇത് വീണ തൻ്റെ സ്വന്തം കമ്പനിയിലേക്ക് വായ്പയായി ഇട്ടത്. എന്നാൽ 31/3/2019 ആകുമ്പോഴത്തേക്കും വീണ ഈ കമ്പനിയിലേക്ക് ഇട്ട വായ്പ 44,46,586 രൂപയായി വർദ്ധിക്കുന്നു. അപ്പോൾ ആദ്യ വർഷം 14 ലക്ഷം രൂപയാണ് ഇട്ടത്. അവസാന വർഷമായപ്പോഴത്തേക്കും 2019 ആയപ്പോഴത്തേക്കും അവരിട്ട വായ്പയുടെ അളവ് 44 ലക്ഷം രൂപയായി വർദ്ധിക്കുന്നു. അപ്പം അവർ കയ്യിൽ നിന്ന് പണം കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കുകയാണ് കമ്പനിയിലേക്ക്. അത് എവിടെ നിന്നാണ് എന്നൊക്കെയുള്ളത് സംബന്ധിച്ച് അന്വേഷണം നടന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അച്ഛൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് പ്രധാനമാണ്. എന്ന് മാത്രമല്ല അച്ഛൻ IT മന്ത്രിയും കൂടിയാണ് എന്നതും പ്രധാനമായി നമ്മൾ കാണണം. ഈ IT വകുപ്പിൻ്റെ കീഴിൽ ഈ IT മേഖലയിൽ തന്നെയാണ് മകൾ കമ്പനി നടത്തുന്നത് എന്നുകൂടി നമ്മൾ കണ്ടുകൊള്ളണം. എന്തായാലും അവരിട്ട വായ്പ 44 ലക്ഷം രൂപയായി 2019 വർദ്ധിപ്പിച്ചു. അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. ഇനി അടുത്തൊരു വകുപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് അറിയാം, ലോൺ ഫ്രം DLB എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ലോൺ ഫ്രം DLB എന്ന് പറഞ്ഞാൽ DLB എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ധനലക്ഷ്മി ബാങ്കാണ് DLB. ധനലക്ഷ്മി ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ബാങ്കാണെന്ന് നമുക്കറിയാം. വലിയ നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ബാങ്കാണെന്നറിയാം. അടുത്ത കാലത്ത് കണ്ട് ചെറിയൊരു ലാഭത്തിലേക്ക് വന്നു എന്ന് നമുക്കറിയാം. ഈ ബാങ്കിന് സർക്കാരുമായി പല ഇടപാടുകളുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പിന്നീട് വേറൊരു അവസരത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആ കമ്പനി സർക്കാരിൽ ബോണ്ട് ഇറക്കിയതുമൊക്കെയായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ അവിടെയൊക്കെ നിൽക്കട്ടെ. എന്തായാലും ദീർഘകാലമായി നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ചെറിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ധനലക്ഷ്മി ബാങ്ക്. ധനലക്ഷ്മി ബാങ്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് 43,11,500 രൂപയുടെ ലോൺ കൊടുത്തതായി കാണാൻ കഴിയുന്നു. അതെന്തടിസ്ഥാനത്തിലാണ് കൊടുത്തത് എന്നുള്ളത് മറുപടി നമ്മൾ പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണ്, ലാഭമൊന്നും വലുതായിട്ടില്ലാത്ത കമ്പനിയാണ്, ഒരു വൺമാൻ കമ്പനിയാണ്. ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് നമുക്കറിയില്ല, ഇതൊന്നും അറിയില്ല. ആകെ 1 കോടി രൂപയുടെ ലാഭം, 1 കോടി രൂപയുടെ വരുമാനം 2019 കിട്ടിയ ഈ കമ്പനിക്ക് 43 ലക്ഷം രൂപ ഈ ധനലക്ഷ്മി ബാങ്ക് എങ്ങനെ വായ്പ കൊടുക്കാനിടയായി പരിശോധിക്കേണ്ടതാണ്. അടുത്ത ഇനം പറയുന്നത് എന്താണെന്നറിയാമോ? ലോൺ ഫ്രം എംപവർ ഇന്ത്യ. അവർ കൊടുത്തിട്ടുള്ള വായ്പ ഏതാണ്ട് ഒരു വർഷം 25 ലക്ഷം, ഒരു വർഷം 34 ലക്ഷം, പിന്നെ 10 ലക്ഷം, പിന്നെ 4,80,800 എന്ന് പറയുമ്പോൾ ആ വായ്പ കുറേ തിരിച്ചടച്ചിട്ടുണ്ട്. പക്ഷേ അവരും കാര്യമായ വായ്പ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ആരാന്നറിയാമോ? അതായത് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരിമണൽ കച്ചവടത്തിൽ വ്യാപൃതനായിരിക്കുന്ന ശശിധരൻ കർത്തായുടെയാണ് കമ്പനി എന്നാണ് നമുക്ക് മനസ്സിലായിരിക്കും. എറണാകുളത്ത് കരിമണൽ കച്ചവടത്തിൽ വ്യാപൃതനായിരിക്കുന്ന ശശിധരൻ കർത്തായുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് വായ്പ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കമ്പനിക്ക് വായ്പ നൽകിയിരിക്കുന്നത്. അതും വളരെ വളരെ ദുരൂഹമാണ്. ഇനി അവസാനം കാണുന്ന ഒരു ദുരൂഹത എന്താണെന്നറിയാമോ? വാടക ഇനത്തിൽ 2016 11,12,000 രൂപ വായ്പ ഇനത്തിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ 2019 ആകുമ്പോൾ അത് 1,20,000 രൂപയായി വായ്പ കുറയുന്നു. വാടക കുറയുന്നു. റെൻറ്റ്. ബാംഗ്ലൂരാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ബാംഗ്ലൂർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്രയോ വലിയ തുക കൊടുത്താലേ അവിടെ വാടക കിട്ടുമെന്നറിയാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി വാടകയായി കൊടുത്തിരുന്നത് 11 ലക്ഷത്തിൽ നിന്ന് 1,20,000 കുറയും. അപ്പോൾ ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. എന്താണ് ആ ദുരൂഹതകൾ? ഒന്ന്, കമ്പനിയുടെ വരുമാനം 4 വർഷം കൊണ്ട് ഏതാണ്ട് 4 ഇരട്ടിയിലധികം 25 ലക്ഷമായിരുന്നു 1,11 ലക്ഷമായി കൂടി. അതൊന്നാമത്തെ ദുരൂഹത. 2, മുഖ്യമന്ത്രിയുടെ മകൾ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന വായ്പയുടെ അളവ് 14 ലക്ഷത്തിൽ നിന്ന് 44 ലക്ഷമായി കൂടുന്നു. ഏതാണ്ട് 2-3 ഇരട്ടി കൂടുന്നു. അതെവിടുന്നാണ്, എന്താണെന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് യാതൊരു പിടിയുമില്ല. ധനലക്ഷ്മി ബാങ്ക് എന്ന് പറഞ്ഞ നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന
കേരളത്തിൽ സർക്കാരുമായി പല ഇടപാടുകളും നടക്കുന്ന, ഇപ്പോൾ ചെറിയ ലാഭത്തിൽ പ്രവർത്തിച്ചിരിക്കുന്ന ധനലക്ഷ്മി ബാങ്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് 43,11,000 രൂപയുടെ വായ്പ കൊടുക്കുന്നു. അത് ദുരൂഹമാണ്. നമുക്കതിനെക്കുറിച്ചിട്ട് മനസ്സിലായിട്ടില്ല. എറണാകുളത്ത് കരിമണൽ കച്ചവടം നടത്തുന്ന ശശിധരൻ കർത്തായുടെ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് 34,30,000 രൂപ വരെ വായ്പ കൊടുക്കുന്നു. അത് ദുരൂഹമാണ്. നമുക്കതിനെക്കുറിച്ച് അറിയില്ല. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയിരുന്ന കമ്പനിക്ക് കൊടുത്തിരുന്ന വാടക, കമ്പനിയുടെ വാടക 11 ലക്ഷമായിരുന്നു, 1,20,000 ആയിട്ടും കുറയുന്നു. അതെങ്ങനെയാണെന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. 1,11,00,000 രൂപയുടെ വരുമാനം കിട്ടിയെന്ന് പറയുന്നു. അത് ഏത് കമ്പനികൾക്കൊക്കെ വേണ്ടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, ആരാണ് ഈ കമ്പനിയിൽ നിന്ന് ഇത്രയും ഓർഡർ കൊടുത്തത്, എന്താണ് ചെയ്തത്, ഇതൊന്നും സംബന്ധിച്ച് നമുക്ക് യാതൊരു വിവരങ്ങളുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രി IT മന്ത്രി കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന കമ്പനി IT മേഖലയിലുള്ള കമ്പനിയാണ്. ആ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിലുള്ള ദുരൂഹതകളാണ് നമ്മൾ എണ്ണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഊരാളുങ്കലിൽ നിന്നും ഈ സ്ഥാപനത്തിന് പണം കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്ക് വിവരമുണ്ട്. ഊരാളുങ്കലിൽ നിന്ന് ഓരോ വർഷം കിട്ടിക്കൊണ്ടിരുന്ന പണം സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു 3 വർഷം മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഊരാളുങ്കൽ കൊടുക്കുന്ന പണമൊക്കെ തന്നെ സംബന്ധിച്ച് അത് തൃപ്തികരമായ വിശദീകരണം ആ കമ്പനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ റെയ്ഡ് നടന്നു എന്നും അപ്പോൾ അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ദി ട്രൂത്ത് ടാഗ് ചോദിക്കുന്ന ചോദ്യം, മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഇത്രയേറെ ദുരൂഹതകൾ എണ്ണി നമ്മൾ പറഞ്ഞിട്ടും ഈ വട്ടമിട്ട് പറക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു കേന്ദ്ര ഏജൻസിയും, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ ഒരു കേന്ദ്ര ഏജൻസിയോ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ ദുരൂഹ ഇടപാടുകൾ പരിശോധിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ്.